You are dealing with the wrong person. റിഹേഴ്സൽ സമയത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോ ഇയാൾ അതിന് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അന്നേരം ചോദിച്ചായിരുന്നു. ഞാൻ ഇത് ഇവിടുന്നാലും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ വന്ന് വരത്തില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞ, കയ്യിൽ നിന്നിട്ട് കളിച്ചാൽ ഞാൻ ഇവിടെ കിടന്ന് നട്ടം കണ്ണം കറങ്ങത്തേ ഉള്ളൂ. മര്യാദയ്ക്ക് കളിച്ചു പോവാമെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെട്ടു പോവാം. മാർക്കോ, എനിക്കറിയേണ്ടത് നീ അടി തുടങ്ങിയെന്നുള്ളതാണ്. എല്ലാവരെയും പോലെ ന്യൂ ഇയറിന് ഞാൻ ശപഥമെടുത്താണ്. പക്ഷേ പിറ്റേ ദിവസം 1-ാം തീയതി വൈകിട്ട് 7 മണിയായപ്പം ലവന്മാരെല്ലാം കൂടെ വന്ന് വിളിച്ചപ്പം ഒരു പെക്കി തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഫുള്ളിലാണ് അവസാനിച്ചത്. എന്റെ മാർക്കോ, ഞാൻ ചോദിച്ച ഈ അടി തുടങ്ങിയൊന്നല്ല, പിന്നെ നിന്റെ ഈ അടി തുടങ്ങിയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇല്ല, പിന്നെ ചോരയും കൊണ്ട് വരുമോ ഇങ്ങനെ കയ്യിലും മുഖത്തും ഒക്കെ ചോര? അപ്പൊ ബ്ലഡാണ് വിഷയം. അതെ. എടോ, ഒരു സംഗതി കാണുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് കാണണം. ഇന്റർവെല്ലിന് ഇറങ്ങി വന്ന് ഊള റിവ്യൂ പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? മനസ്സിലായില്ല. സംഭവം ഫുള്ളായിട്ട് കണ്ടോ താൻ? ഇല്ല. സംഭവം ഫുള്ളായിട്ട് കാണും. കാണി. ഇത് ഫ്രൈ ചെയ്യാം, ഇത് കറി വെക്കാം. കേട്ടോ? തെറ്റരുത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ ചോര തെറിച്ചെന്ന്? ഓ, അത് ശരി. അപ്പൊ കോഴിയെ വെട്ടിയതായിരുന്നു. ഞാൻ തന്നെ വെട്ടിയില്ലേ ശരിയാവത്തില്ല. എന്താ? അതായത് എല്ലാവർക്കും കിട്ടണ്ടേ? ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നവർക്ക് അതിന്റെ ദണ്ണം മനസ്സിലാകത്തുള്ളൂ. ഭക്ഷണം തികഞ്ഞില്ലേ പരാതി കേൾക്കുന്ന ഞാനാണ്. അപ്പൊ കൃത്യമായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് കൊടുത്തു, കൃത്യമായിട്ട് കറി വെക്കാനുള്ളതും കൊടുത്തു. പിന്നെ ഞാൻ ഇതൊക്കെ നേരിട്ട് ചെയ്യുന്നോണ്ട് എനിക്കൊരു ഗുണമുണ്ട്. വട്ടും കരളും എനിക്കെടുക്കാലോ.